വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് എംപിമാരോട് നിർദ്ദേശിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതനിയമവുമില്ല. മതനിയമങ്ങളല്ല രാജ്യത്തെ ഭരിക്കേണ്ടത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പ്രതികരിച്ചത്. പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട എംപിമാരോട് കേരള കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് KCBC ഒരഭ്യർത്ഥന വയ്ക്കുകയുണ്ടായി. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണത്. മുൻപത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവും. വഖഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത്. എസ് ശ്രീകാന്തുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വഖഫ് ഭേദഗതി നിയമം അത് ബില്ല് ഇന്ന് പാർലമെന്റിൽ എത്താനിരിക്കുകയാണ്. സമ്മർദ്ദം കത്തോലിക്ക സഭ ശക്തമാക്കുന്നത്. നിലവിലിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവത്തിൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ അവസാന നിമിഷവും എംപിമാരോട് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയാണ്. അന്യായമായ വ്യവസ്ഥകൾ മാറ്റിയേ മതിയാകൂ എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒരു മതനിയമവും എന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ശരിയത്ത് നിയമം രാജ്യത്തെ മുഴുവൻ ജനതയുടെയും മുകളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. മതനിയമങ്ങളല്ല രാജ്യത്തെ ഭരിക്കേണ്ടത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിയമ ഭേദഗതിയെ എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും പറയുന്നത്. കഴിഞ്ഞ ദിവസം KCBCയും CBCയെയും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അവസാനവട്ട സമ്മർദ്ദം ശക്തമാക്കുകയാണ് കത്തോലിക്ക സഭ. അതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.